ബാൾക്കൻ യാത്രയുടെ 7-ാം അധ്യായം തുടങ്ങുന്നു. നോർത്ത് മെസിഡോണിയയുടെ വഴികളിൽ നിന്നും അൽബേനിയയുടെ ഹൃദയത്തിലേക്ക്. ചരിത്രം, സംസ്കാരം, കാഴ്ചകൾ എല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു യാത്ര. ഇത് വെറും ഒരു എപ്പിസോഡല്ല, അനുഭവമാണ്. തയ്യാറാവൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൾക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട 7-ാമത്തെ എപ്പിസോഡ് അൽബേനിയ. മെസിഡോണിയയിലെ പനോരമിക ഹോട്ടലിൽ നിന്നും രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് അൽബേനിയയ്ക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും ഫ്രഷാണ്, പക്ഷേ മുന്നിൽ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. യാത്രയിൽ നിന്നും ചില ഭാഗങ്ങൾ. ആകാശഗംഗയും സൂര്യനും ചന്ദ്രനും പര്യമാഹ ശന്ന ഇന്ദ്രോ ഭവത് പര്യമാഹ ശന്ന ഇന്ദ്രോ ബൃഹസ്പതി. മെസിഡോണിയയിലെ സ്കോപ്പിയോ നഗരത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ ബസ് ഇപ്പോൾ അൽബേനിയൻ അതിർത്തിയിലേക്ക് നീങ്ങുകയാണ്. നഗരത്തിൻ്റെ തിരക്കുകൾക്ക് പതിയെ പിന്നിലാക്കി മലനിരകളും പച്ചപ്പാർന്ന താഴ്വരകളും മനോഹരമായ ഗ്രാമങ്ങളും യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നുണ്ട്. വടക്കൻ മെസിഡോണിയ ഒരു ചെറിയ രാജ്യമാണെങ്കിലും പ്രകൃതി സൗന്ദര്യത്തിലും ചരിത്ര പൈതൃകത്തിലും സമ്പന്നമാണ്. ഈ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. വഴിയരികിലൂടെ കാണുന്ന കൃഷിയിടങ്ങളും ചെറുഗ്രാമങ്ങളും ഇവിടെ ജനങ്ങളുടെ ലളിതമായ ജീവിത രീതിയുടെ നേർക്കാഴ്ചകളാണ്. ഞങ്ങൾ ഇതിനിടയിൽ ഒരു ടോൾ കറക്കണമായിരുന്നു. ആ ഡ്രൈവർ ടോൾ കൊടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ബാൾക്കൻ മേഖലയിലെ രാജ്യങ്ങൾ ഓരോന്നിനും വ്യത്യസ്തമായ സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഉണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി പരസ്പരം ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഇവയെ ഒന്നിച്ചു നിർത്തുന്നത്. ആ ചരിത്രത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് നമ്മളുടെ ഈ യാത്ര. അതിർത്തിയിലേക്കുള്ള യാത്ര ദീർഘമായതിനാൽ ബസ്സിനുള്ളിൽ എല്ലാവരും ഒരേ രീതിയിൽ സമയം ആസ്വദിക്കുകയാണ്. ചിലർ മലയാളം പാട്ടുകൾ പാടുന്നു, ചിലർ തമാശകൾ പറഞ്ഞ് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്നു. യാത്രയുടെ ക്ഷീണം മറന്ന് എല്ലാവരും ഓരോ കുടുംബം പോലെ സന്തോഷത്തോടെ പങ്കിടുന്ന നിമിഷങ്ങളാണ് ഇവ. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ഈ യാത്ര തന്നെ മറക്കാനാവാത്ത ഓർമ്മകളായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്തി. അതിർത്തി കടക്കാനുള്ള സ്ഥലമായി. ഈ കാണുന്നതാണ് നമുക്ക് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് വേണം നമുക്ക് അടുത്ത അൽബേനിയയിലേക്ക് പ്രവേശിക്കാനുള്ളത്. സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നമുക്ക് നോർത്ത് മെസിഡോണിയയോട് യാത്ര പറയാം. ഇപ്പോൾ ഞങ്ങൾ ഉത്തര മെസിഡോണിയയുടെയും അൽബേനിയയുടെയും അതിർത്തിയായ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ യാത്രക്കാരുടെ പാസ്പോർട്ടും യാത്രാരേഖകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് അടുത്ത രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. കുറച്ചു നേരത്തെ ഈ നടപടികൾ പൂർത്തിയായാൽ ബാൾക്കൻ യാത്രയുടെ മറ്റൊരു മനോഹര രാജ്യമായ അൽബേനിയയ്ക്ക് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ എല്ലാ അതിർത്തി നടപടികളും പൂർത്തിയാക്കി ഞങ്ങൾ ഔദ്യോഗികമായി അൽബേനിയയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാൾക്കൻ ഉപദ്വീപിലെ പ്രകൃതി സൗന്ദര്യവും സമ്പന്നവുമായ ചരിത്രവും അതിഥി സൽക്കാരവും കൊണ്ട് പ്രശസ്തമായ രാജ്യമാണ് അൽബേനിയ. ഒരു കാലത്ത് ലോകത്തോട് ഒറ്റപ്പെട്ടു നിന്ന ഈ രാജ്യം ഇന്ന് അതിവേഗം വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. മലനിരകളും തടാകങ്ങളും മനോഹരമായ ഗ്രാമങ്ങളും പുരാതന നഗരങ്ങളും ചേർന്ന് അൽബേനിയ ഒരു യാത്രക്കാരനെയും വിസ്മയിപ്പിക്കുന്ന അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇനി ഈ മനോഹര രാജ്യത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കിടാം. അഡിയാറ്റിക് കടലും അയോണിൻ കടലും ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ഈ രാജ്യം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും അതുല്യമായ സംസ്കാരത്തിൻ്റെയും നാടാണ്. ഏകദേശം 28 ലക്ഷം ജനങ്ങളുള്ള അൽബേനിയയുടെ തലസ്ഥാനം തിരാനയാണ്. ഔദ്യോഗിക ഭാഷ അൽബേനിയൻ. രാജ്യത്തിൻ്റെ കറൻസി അൽബേനിയൻ ലേക്ക് ആണ്. യൂറോപ്പ് ഭൂഖണ്ഡത്തിലാണെങ്കിലും അൽബേനിയ ഇതുവരെ യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടില്ല. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിനായുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ വർഷങ്ങളോളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ലോകത്തിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഈ രാജ്യം. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾക്കായി രാജ്യത്തുടനീളം ആയിരക്കണക്കിന് കോൺക്രീറ്റ് ബാങ്കറുകൾ ഇന്നും കാണാം. എന്നാൽ ഇന്ന് അൽബേനിയ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള വിനോദസഞ്ചാരികളെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ്. മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലും അൽബേനിയ ലോകത്തിന് മാതൃകയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് വിശ്വാസ വിഭാഗങ്ങളും വർഷങ്ങളായി സമാധാനപരമായി ഒന്നിച്ച് ജീവിക്കുന്ന രാജ്യമാണ് ഇത്. എന്നാൽ പ്രകൃതി ഇപ്പോൾ മറ്റൊരു മുഖമാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത്.
കനത്ത മഴ റോഡിനെ മുഴുവൻ മൂടിയിരിക്കുന്നു. ഇടിമിന്നലിൻ്റെ ഗർജനവും മഴയുടെ കുത്തൊഴുക്കും കാരണം മുന്നിലെ കാഴ്ചകൾ പോലും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിൽ കാഴ്ചശക്തി ഏതാണ്ട് പൂജ്യമായി മാറുന്നോ എന്നൊരു സംശയം. ഇതിനിടെ സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളായുള്ള യാത്ര തുടരുന്നതിനാൽ എല്ലാവരുടെയും വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. എന്നിട്ടും യാത്രയുടെ ആവശ്യത്തിന് ഒരു കുറവുമില്ല ഞങ്ങൾക്ക്. മഴ അവസാനിക്കുന്നതും സുരക്ഷിതമായി അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും കാത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഒടുവിൽ ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിനുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. വിശപ്പ് എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന സമയമായിരുന്നു അത്. പുറത്തിപ്പോഴും കനത്ത മഴ തുടരുമ്പോൾ ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് വിശപ്പകറ്റാനുള്ള ഒരു ഇടം മാത്രമല്ല, അല്പം വിശ്രമിക്കാനുള്ള ആശ്വാസ കേന്ദ്രം കൂടിയായി മാറി. ഇനി അൽബേനിയൻ രുചികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ ഉച്ചഭക്ഷണം തനി നാടൻ അൽബേനിയൻ വിഭവങ്ങളാണ്. പുതുമയാർന്ന രുചികളും പ്രാദേശിക ശൈലിയിലുള്ള പാചകവും എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായി. മണിക്കൂറുകളായുള്ള യാത്രയും കനത്ത മഴയും കാരണം വിശപ്പ് അതിൻ്റെ ഉച്ചസ്ഥയിലായിരുന്നതിനാൽ എല്ലാവരും ഭക്ഷണം ശരിക്കും ആസ്വദിച്ചാണ് കഴിച്ചത്. പറയാതെ വയ്യ, അൽബേനിയൻ നാടൻ ഭക്ഷണം അടിപൊളി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ഇത്. വിശപ്പും ക്ഷീണവും മാറിയതോടെ അടുത്ത ലക്ഷ്യത്തേക്കുള്ള യാത്രയും എല്ലാവരും തയ്യാറായി കഴിഞ്ഞു, ഉന്മേഷകരമായി കഴിഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം ബസ്സിൽ നിന്നിറങ്ങി തിരാന നഗരത്തിൻ്റെ തിരക്കേറിയ തെരുവുകളിലൂടെ ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു. ആധുനിക കെട്ടിടങ്ങളും നഗരത്തിൻ്റെ ചലനങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചരിത്രത്തിൻ്റെ അടയാളങ്ങൾ പതിയെ കൺമുമ്പിൽ തെളിയാൻ തുടങ്ങി. നൂറ്റാണ്ടുകളുടെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പുരാതന പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ തിരാനയുടെ ഹൃദയഭാഗത്ത് തന്നെ പഴയ നാഗരികതയുടെ അവശിഷ്ടങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെല്ലുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പുരാവസ്തു അവശിഷ്ടങ്ങൾ റോമൻ, ബൈസന്റൈൻ, പിന്നീട് ഓട്ടോമൻ ഭരണകാലത്തെ സാക്ഷികളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന കെട്ടിടങ്ങളുടെയും പ്രതിരോധ മതിലുകളുടെയും അടയാളങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ കാണുന്ന പുരാതന കാൽജലധാര ഒരു കാലത്ത് കോട്ടയിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു. അതിന് എതിർവശത്ത്, അതായത് റോഡിന് മറുവശം നിൽക്കുന്ന പുരാതന കോട്ടമതിലും പാറിപ്പറക്കുന്ന അൽബേനിയയുടെ ചുവന്ന പതാകയും ഈ രാജ്യത്തിൻ്റെ അഭിമാനവും ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആധുനിക തിരാനയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരമൊരു ചരിത്ര പൈതൃകം സംരക്ഷിക്കുന്നതും അൽബേനിയയുടെ പ്രത്യേകത തന്നെയാണ്. പുരാതന കോട്ടമതിലിനുള്ളിലേക്ക് കടന്നപ്പോൾ മറ്റൊരു മനോഹര കാഴ്ചയാണ് ഞങ്ങളെ വരവേറ്റത്. ചരിത്രത്തിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ചെറിയ കടകളും കഫേകളും സഞ്ചാരികളെ ആകർഷിക്കുന്നവയായിരുന്നു. അൽബേനിയയുടെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിക്കുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ, കീ ചെയിനുകൾ, കൈവല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി സുവൈനർ ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സംഘത്തിലുള്ള പലരും ഈ അവസരം ഉപയോഗപ്പെടുത്തി. ഓർമ്മയ്ക്കായും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുന്നതിനുമായി സുവൈനറുകൾ വാങ്ങി. ഒരു രാജ്യത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള ചെറിയ സമ്മാനങ്ങളിലൂടെയും നമ്മളെ നിലനിർത്തും. തുടർന്ന് ഞങ്ങൾ തിരാനയുടെ ഹൃദയഭാഗമായ സെൻട്രൽ സ്ക്വയറിലേക്കാണ് എത്തിയത്. നഗരത്തിൻ്റെ ചൈതന്യവും ജനങ്ങളുടെ ആവേശവും ഒരുമിച്ച് അനുഭവിക്കുന്ന മഹത്തായ ഒരു സ്ഥലമാണ് ഇത്. സ്ക്വയറിൻ്റെ ഒരു വശത്ത് വലിയ LED സ്ക്രീനിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം തത്സമയം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. പല പ്രായക്കാരായ ആൾക്കാർ ഒരുമിച്ചിരുന്ന് കളി ആസ്വദിക്കുന്ന കാഴ്ച നഗരത്തിന് ഒരു പ്രത്യേക ഉത്സവ അന്തരീക്ഷം തന്നെ സമ്മാനിക്കുന്നുണ്ട്. ഫുട്ബോൾ കളി ഒരു കളി മാത്രമല്ല, ലോകമെമ്പുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്ന ഒരു വികാരമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അനുഭവമായിരുന്നു അത്. ചരിത്രവും ആധുനിക ജീവിതവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന തിരാനയുടെ മുഖം ഇവിടെ കൂടുതൽ വ്യക്തമായി കാണാൻ നമുക്ക്. നമ്മൾ ഇപ്പോൾ കാണുന്നത് തിരാനയിലെ പ്രശസ്തമായ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ പ്രധാന കവാടമാണ്. ആധുനിക ശൈലിയിലുള്ള ഈ മനോഹരമായ ദേവാലയം അൽബേനിയൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തിരാന നഗരത്തിലെ കാഴ്ചകൾ പിന്നിലാക്കി ഹോട്ടലിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ അൽബേനിയയുടെ ഭൂതകാലവും വർത്തമാനകാലവും ഒരുമിച്ച് കാണാനുള്ള അപൂർവ അവസരമായിരുന്നു അത്. വഴിമധ്യേ പാർക്കിൽ കണ്ട ആധുനിക ശില്പങ്ങളും കലാസൃഷ്ടികളും നഗരത്തിൻ്റെ സാംസ്കാരിക മുഖം പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിൻ്റെ ഓർമ്മയായ കോൺക്രീറ്റ് ബങ്കറുകളും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പഴയകാല ചരിത്രവും പുതിയ നഗരജീവിതവും ഒരുമിച്ച് കാണുന്ന അനുഭവം ശ്രദ്ധേയമാണ്. അങ്ങനെ ഒരു ദീർഘയാത്രയും വലിയ യാത്രാനുഭവങ്ങളുമായി ഞങ്ങൾ താമസിക്കാനുള്ള ഹോട്ടലിൽ ഞങ്ങളെത്തി. മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.